1 യോഹന്നാൻ 5:11-13 വരെ വായിച്ചാൽ കാണാം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. God has already given us eternal life എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുമെന്നല്ല, തന്നു കഴിഞ്ഞിരിക്കുന്നു. God has given it to you. ദൈവം നിനക്ക് തന്നു കഴിഞ്ഞു. ആ ജീവൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ആണ്. യേശുക്രിസ്തുവിൽ ആണ്. ആര് യേശുവിനെ സ്വന്തമാക്കുന്നോ അവർക്ക് ജീവനുണ്ട്. ആര് യേശുവിനെ സ്വന്തമാക്കുന്നില്ലയോ അവർക്ക് ജീവനില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ പിന്നെ അത് മാറ്റി പറയാൻ ആർക്ക് സാധിക്കും? യേശുവിലാണ് ജീവൻ. അവനെ സ്വന്തമാക്കണം. അവനെ പറ്റി പഠിച്ചാൽ പോരാ, അവനെക്കുറിച്ച് പ്രസംഗിച്ചാൽ പോരാ, അവനെക്കുറിച്ച് വായിച്ചാൽ പോരാ, അവനെ കേട്ടാൽ പോരാ, സ്വന്തമാക്കണം. സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കണം. ഈ വചനം മാംസം ധരിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ എന്നും എൻ്റെ ജീവിതകാലത്ത് എന്നും ഇപ്പോഴും മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് വിരുദ്ധമായിട്ട് ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞാൻ അനുകരിക്കുന്നതും മറിയത്തെയാണ്. കാരണം മറിയം ചെയ്തത് ചെയ്യാൻ സാധിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല. അനേകർക്ക് മറിയത്തോട് ഭക്തിയുണ്ട്, പക്ഷേ മറിയം ചെയ്തത് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ ആ ഭക്തി എന്തൊരു കള്ളഭക്തിയാണത്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. മറിയം ചെയ്തത്, മറിയം നിങ്ങൾക്ക് അനുകരിക്കാൻ തന്ന മാതൃക, അത് മാത്രമേ മറിയം ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഷീ ഈസ് ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യയാണ് മറിയം. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് മറിയം ചെയ്തത്? ദൈവവചനം തന്നെയായ യേശുവിനെ, ആ വചനം കേട്ടപ്പോൾ അന്നത്തെ കാലത്ത് സാഹചര്യം വെച്ചുകൊണ്ട് നോക്കിയാൽ ഒരു വലിയ റിസ്ക് എടുത്ത് മനുഷ്യരാൽ തിരസ്കരിക്കപ്പെടും, വിവാഹം കഴിക്കാൻ പോകുന്ന ഔസേപ്പ് വരെ തിരസ്കരിക്കുമായിരിക്കും എന്ന എല്ലാ ചാൻസും ഉണ്ട്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു 10-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി, നമ്മളെപ്പോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യ സ്ത്രീ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവകൃപ ലഭിച്ചവരായതുകൊണ്ട് ആ വചനത്തോട് അവൾ യേസ് പറഞ്ഞു. ആ വചനം അവൾ സ്വീകരിച്ചു, ആ വചനം അവൾ ജീവിച്ചു. അതുകൊണ്ട് ആ വചനം അവളിൽ മാംസം ധരിച്ച് യേശുവിനെ നൽകി. ആ മറിയം ചെയ്തതുപോലെ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. ആ വചനം ഒന്ന് സ്വീകരിച്ചാൽ, ആ വചനം ഒന്ന് ജീവിച്ചാൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് യേശുവിനെ ആര് കൊടുക്കും? ആ യേശുവിനെ കൊടുക്കാനാണ് ഇന്ന് മറിയത്തിന്റെ സ്ഥാനത്ത് എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാരും ഞാനും നിൽക്കുന്നത്. നമ്മളും ഈ വചനം അനുസരിക്കുമ്പോൾ യേശുവിനെ ഒന്ന് ഗർഭം ധരിക്കും. വചനം കൊണ്ട് നിറയണം. ആ വചനം നമ്മളിൽ മാംസമാകുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ യേശുവിനെ പ്രസവിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. സ്പീക്ക് ഔട്ട്, സ്പീക്ക് ഔട്ട്. Tell the whole world about Jesus. യേശുവിനെ കൊടുക്കുക. അത് സാധിക്കാതെ മറിയത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവം പോലും സമ്മതിക്കുകയല്ല. അത് തെറ്റായ ഒരു ഭക്തിയാണ്. അത് മറിയം പോലും അംഗീകരിക്കത്തില്ല, യേശു അംഗീകരിക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിസെപ്ഷൻ. അത് കപടതയാണത്, അത് കള്ളത്തരമാണത്. അങ്ങനെ ഒരു ഭക്തി പറ്റത്തില്ല. യേശു പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. എൻ്റെ വചനം പാലിച്ചതാണ് മറിയം. അതുകൊണ്ടാണ് മറിയവും യേശുവിൻ്റെ സഹോദരന്മാരും ഒരിക്കൽ അവനെ അന്വേഷിച്ച് ചെന്നപ്പം ആൾക്കാർ പറഞ്ഞു, നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ അന്വേഷിക്കുന്നു. യേശു പറഞ്ഞു എന്നതാ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാര്? എന്നിട്ട് ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ വചനം കേട്ട്
എന്റെ വചനത്തിൽ ജീവിക്കുന്ന ആരോ let it be anybody, എന്റെ വചനം കേട്ട് എന്റെ വചനത്തിൽ ജീവിക്കുന്ന ആരോ അവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരന്മാര്. ആ നിൽക്കുന്ന മറിയം എൻ്റെ വചനം കേട്ടതുകൊണ്ടാണ് എൻ്റെ അമ്മയായത്. ഇനി നിങ്ങൾ ആരും എൻ്റെ വചനം കേട്ടാൽ എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ എന്ന് യേശു പറഞ്ഞത് ഇവിടെയുണ്ട്. ഇവിടെ പറയുന്ന ആർക്കും തിരസ്കരിക്കാൻ പറ്റുകയില്ല. Can you? അതാണ് മറിയം ആഗ്രഹിക്കുന്നത്, അതാണ് യേശു ആഗ്രഹിക്കുന്നത്. That you will become a mother, a brother to Jesus. നിങ്ങളിലൂടെ ഇന്ന് ലോകം യേശുവിനെ അറിയണം. നിങ്ങൾ യേശുവിനെ പ്രസവിക്കണം. അത് നിങ്ങളുടെ നിത്യജീവന്റെ പ്രശ്നമെന്ന് ഓർത്തണം. അല്ലാതെ നിത്യജീവനില്ല. മനുഷ്യൻ കാണിച്ചു തരുന്ന ഒരു മാർഗത്തിലൂടെ നിത്യജീവനില്ല. This is eternal life, to know Jesus. ഇതാണ് നിത്യജീവൻ. താൻ അയച്ച ദൈവത്തെ അറിയുകയും യേശുക്രിസ്തുവിനെ അയച്ച ദൈവത്തെ അറിയുകയും താൻ അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. അതാണ് നിത്യജീവൻ. ആ അറിവ് സമ്പാദിക്കണമെങ്കിൽ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ആ സ്നേഹബന്ധം ഉണ്ടായെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് മതമല്ല, യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിലേക്കാണ് ദൈവം വിളിക്കുന്നത്. ആദത്തെ വിളിച്ചു, ആദം നീ എവിടെ? നീ നിന്റെ മതത്തിൽ ഇരിക്കാതെ, നീ ആ തുന്നി വെച്ചിരിക്കുന്ന അത്തിലേക്കകത്തിരിക്കാതെ, അത് ഉടുത്താൽ നീ ഒളിച്ചു പോകും, നീ ഭയന്നിരിക്കും, നീ ഇറങ്ങി വാ, കം ഔട്ട്, ഐ വാണ്ട് ടു റിസ്റ്റോർ എ റിലേഷൻഷിപ്പ് വിത്ത് യു. യേശുവിനെ ഇങ്ങോട്ട് അയച്ചത് എന്തിനാ? മതത്തിൻ്റെ അകത്തിരിക്കാനല്ല, ക്രിസ്തു മതത്തിൻ്റെ അകത്തിരിക്കാനല്ല വിളിച്ചത്. യേശുവിനെ ഇങ്ങോട്ട് അയച്ചത് എൻ്റെ ജനത്തെ തിരിച്ച് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി അവരുടെ പാപത്തിന് ഒരു പരിഹാരം ചെയ്യാനുണ്ട്. കാരണം വചനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് എൻ്റെ മോനെ യേശുവേ, നീ പോയി അവരുടെ പാപത്തിന് വേണ്ടി നീ മരിച്ച് നീ അത് പരിഹാരം ചെയ്തതിനു ശേഷം എന്നിലേക്ക് വരുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കുക. യേശു വന്നതാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയില്ല. അതിന് തയ്യാറാണോ? അതിന് തയ്യാറാണോ പ്രിയപ്പെട്ടവര്? നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാണ്. ഈ രാത്രിയിൽ നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാണ്. മറിയത്തെ നോക്കി പറഞ്ഞത് എന്നാ? മലാഖമാർ വന്ന് പറഞ്ഞത്, ദൈവ കൃപ ലഭിച്ചവളെ ഭാഗ്യവതിയാണ്. നിയമാവർത്തന പുസ്തകത്തില് 30-ാം അധ്യായത്തില് 14 മുതൽ ഞാനിവിടെ വാക്യങ്ങൾ വായിക്കുകയാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും എന്ന് കർത്താവ് പറയുക. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ യുവർ മൗത്ത് ആൻഡ് ഇൻ യുവർ ഹാർട്ട്. അത് നിനക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദൈവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്ന്. ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു.